എല്ലാവർക്കും പരാതിയാണ് ഞാനൊന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. ചിലർ പറയും ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു എന്ന്, ചിലർ പറയും നീ കുറച്ച് തടി വെച്ചിട്ടുണ്ടല്ലോടി നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് കാണിക്കാൻ പോണതാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ കാലത്ത് തന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നു. 4 ദോശയും ചമ്മന്തിയും ചായ അങ്ങോട്ട് നൈസായിട്ട് കുറേ നേരം ഇരുന്ന് അവിടെ കഴിച്ചു. പിന്നെ അപ്പോഴേക്കും ഉച്ചയായി. ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും മട്ടനും ഫ്രൂട്ട് സാലഡും പിന്നെ കട്ട്ലറ്റും ആയിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിൽ അങ്ങോട്ട് എടുത്ത് ഞാൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ വെറുതെ പറയല്ല ഗൈസ്, പക്ഷേ ആ ഫ്രൂട്ട് സാലഡ് പൈനാപ്പിളും ആപ്പിളും പൊമഗ്രാനേറ്റും അത് നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു. പിന്നെ കട്ട്ലറ്റ് തന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാനൊരു കട്ട്ലറ്റും കൂടെ അങ്ങോട്ട് എടുത്ത് കഴിച്ചു. കട്ട്ലറ്റ് കഴിച്ച് അങ്ങനെ ലഞ്ച് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പം ഞാൻ ഡെസേർട്ട് എടുത്തു. അപ്പം ഇന്നത്തെ ഡെസേർട്ടായിരുന്നു പായസം. നല്ല സേമിയ പായസം. നല്ല മധുരമുള്ളതുകൊണ്ടും എനിക്ക് ഡെസേർട്ട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയുടെ സമയത്ത് ഗൈസ് ഞങ്ങൾക്ക് വീണ്ടും ഗസ്റ്റുള്ള കാരണം അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം കേക്കൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു. പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തൊരു നാരങ്ങ വെള്ളമായിരുന്നു, പക്ഷെ അത് ഇരുന്നിരുന്ന് ഭയങ്കര കയ്പ്പായപ്പോൾ ആർക്കും കുടിക്കാൻ പറ്റും. അത് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ കേക്ക് നോട്ടീസ് ചെയ്തു. ഇതൊരു ചോക്ലേറ്റ് കേക്കായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ജസ്റ്റ് 50-50. അത്രയ്ക്കും ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ അനിയൻ എനിക്ക് ആ കേക്ക് വന്നപ്പോൾ ഞാൻ അതും കൂടി കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വന്നൊരു സോൻ പാപ്പടി തന്നു. സോൻ പാപ്പടി കോക്കനട്ട് ഫ്ലേവർ ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അതും കൂടി കഴിച്ച് ഞാൻ അവന് തിരിച്ചു കൊടുത്തു. പിന്നെ രാത്രിയായപ്പോൾ വീണ്ടും നമ്മുടെ ഭക്ഷണം കഴിക്കാൻ സമയമായി. അപ്പോൾ ഇറ്റ് വാസ് നൈസ്. ഞാൻ വീണ്ടും ഫ്രൂട്ട് സാലഡൊക്കെ കുറേ 2-3 വട്ടം പ്ലേറ്റിൽ അങ്ങോട്ട് ഇട്ടു. പിന്നെ വീണ്ടും നെയ്ച്ചോറുണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മട്ടൺ തീർന്നു പോയി ഗൈസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ കട്ട്ലറ്റ് ഇല്ലാത്ത കാരണം കട്ട്ലറ്റിൻ്റെ ബാക്കി ഒരു മുട്ട സാധനം അമ്മാമ്മ ഉണ്ടാക്കിയിരുന്നു. ദാറ്റ് വാസ് നൈസ്. പിന്നെ ഞാൻ 2 കവൾ വെള്ളം കുടിച്ച് അങ്ങനെ ഞാൻ ഡിന്നർ അവസാനിപ്പിച്ചു. അപ്പോഴാണ് എൻ്റെ അനിയൻ പറയണേ അവിടെ പായസം ഉണ്ടെന്ന്. അപ്പം ഞാൻ വേഗം പോയി പായസം എടുത്തുകൊണ്ട് വന്നു. ഇറ്റ് വാസ് നൈസ്. അപ്പം അങ്ങനെ ഒരു ഗ്ലാസ് പായസം കൂടി എൻ്റെ വയറ്റിലേക്ക് പോയി ഗൈസ്. അപ്പം ഇന്ന് അത്രയ്ക്കുള്ളൂ. അങ്ങനെ ഞാൻ ഈ പായസം കുടിച്ച് എൻ്റെ ഡിന്നർ അവസാനിപ്പിച്ചു. അപ്പം ഇന്ന് അത്രയ്ക്കുള്ളൂ ഗൈസ്. ബൈ.